കെ.പി.സി.സി നേതൃയോഗം നാളെ നടക്കാനിരിക്കെ കൊച്ചിയിൽ പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ തിരക്കിട്ട കൂടിയാലോചന. കേരള കോൺഗ്രസിലെ ഭിന്നിപ്പ് പരസ്യമായ സാഹചര്യത്തിൽ ജോസ് കെ മാണി മുന്നണി മാറാനുള്ള സാഹചര്യം വീണ്ടും രൂപപ്പെട്ടതായി നേതാക്കൾ വിലയിരുത്തി. CMP 2 സീറ്റ് UDF-നോട് ആവശ്യപ്പെട്ടു. പുതുയുഗയാത്ര അവസാനിക്കുന്നതിന് മുൻപ് ആദ്യഘട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. എറണാകുളം റെസ്റ്റ് ഹൌസിലാണ് പ്രധാന നേതാക്കൾ ചർച്ച നടത്തിയത്. KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, VD സതീശൻ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളാണ് പങ്കെടുത്തത്. കേരള കോൺഗ്രസിന്റെ UDF പ്രവേശന സാധ്യത നേരത്തെ അടഞ്ഞിരുന്നെങ്കിലും ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിലുള്ള ഭിന്നത പരസ്യമായ സാഹചര്യത്തിൽ ഇനിയും അവസരമുണ്ടെന്ന് നേതാക്കൾ വിലയിരുത്തി. 6 സീറ്റിനായി ജോസഫ് ഗ്രൂപ്പ് നിർബന്ധം പിടിക്കുന്ന സാഹചര്യവും നേതാക്കൾ ചർച്ച ചെയ്തു. മുസ്ലിം ലീഗുമായി ഏതെങ്കിലും സീറ്റ് വെച്ചുമാറുന്ന കാര്യം തനിക്ക് അറിയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഘടകകക്ഷിയുടെ സീറ്റ് സംബന്ധിച്ച് ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ അറിവിലില്ല. തിരുവനന്തപുരം, കുന്നമംഗലം സീറ്റുകൾ വേണമെന്ന് CMP UDF-നോട് ആവശ്യപ്പെട്ടു. 2 സീറ്റുകൾ എന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ആ 2 സീറ്റുകൾ ഞങ്ങൾക്ക് നൽകും എന്ന് UDF-ന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമാണുള്ളത്. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും മിക്കവാറും എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. സിറ്റിംഗ് MLA-മാരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും എല്ലാ ആളുകളും ഒക്കെ തന്നെ. നാളെ തിരുവനന്തപുരത്താണ് KPCC നേതൃയോഗം. സ്ഥാനാർത്ഥി നിർണയത്തിനായി ഹൈക്കമാൻഡ് നിശ്ചയിച്ച സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം 21-നാണ്. മീഡിയ 1 കൊച്ചി.